ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിലധികം ഇടയാക്കിയതിനെ ഞാൻ കർത്താവിന് നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവിന്റെ വലിയ സ്നേഹവും കരുതലും നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തകൾക്കും അതീതമായി നമ്മളെ നടത്തുന്ന കർത്താവിന്റെ സ്നേഹം. സ്നേഹത്തിനെ കർത്താവിന് സ്തോത്രം ചെയ്യും. നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സർവായുധ വർഗം എന്ന വിഷയത്തെക്കുറിച്ച് ഓരോ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. ഇന്ന് നമ്മൾ അത് മനസ്സിലാക്കാനായിട്ട് എഫേസ്യ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തില് 13-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളു. അവിടെ അത് വളരെ വ്യക്തമായി പറയുന്നു. ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളു. അടുത്ത വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. അടുത്ത വാക്യം 15-ാം വാക്യം, സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. അവിടെ പറയുന്നത് സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. കാലിന് ചെരുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഒരു പ്രതലത്തിൽ കൂടെ നടക്കുമ്പോൾ അത് ചൂടേറിയതായിരിക്കാം, തണുപ്പുള്ളതായിരിക്കാം, അത് ഹാർഡായിരിക്കാം, ഷാർപ്പായിരിക്കാം, ഒരുപക്ഷെ സമതലമായിരിക്കാം. എങ്ങനെയുള്ളതാണെങ്കിലും നമ്മൾ ചെരുപ്പിട്ട് കഴിയുമ്പോൾ നമ്മൾ എവിടെ നടന്നാലും എല്ലായിടത്തും ഒരുപോലെ നമുക്ക്, കാരണം കാലിന് ചെരുപ്പുള്ളതുകൊണ്ട്. ഒരുപക്ഷെ അല്പം വെള്ളത്തിൽ നമ്മൾ ചവിട്ടിയാലും ആ കാലിൽ ചെരുപ്പുള്ളത് കൊണ്ട് ആ നനവ് കാലിൽ അനുഭവപ്പെടുന്നില്ല. അപ്പൊ ഇവിടെ പറയുന്നത് സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് സുവിശേഷത്തെ എത്രത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നു, അത്രത്തോളം അവന്റെ ജീവിത യാത്രയിൽ എല്ലാ സാഹചര്യങ്ങളെയും ഒരുപോലെ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കർത്താവിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പം. ചിന്തിച്ചു നോക്കിക്കേ, കർത്താവ് തറയിൽ നടന്നതുപോലെ തന്നെ വെള്ളത്തിൽ നടന്നു. തിരമാലകൾ നിറഞ്ഞ പടകിൽ, തിരമാലകൾ നിറഞ്ഞ കടലിൽ അവൻ നടന്നു. നിലത്ത് തറയിൽ നടക്കുന്ന പോലെ തന്നെ എല്ലായിടത്തും ഒരുപോലെ. അവിടെ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു കൊടുത്ത് അവിടെ ചെന്ന് ഒരുക്കപ്പെട്ട ഭക്ഷണം, ഒരുക്കപ്പെട്ടത് കഴിക്കുന്ന പോലെ തന്നെ ലാഘവത്തോടെ 5 അപ്പവും 2 മീനും കയ്യിലുള്ളപ്പോഴും സാഹചര്യത്തെ സിമ്പിളായിട്ട് കർത്താവ് ഹാൻഡിൽ ചെയ്തു. പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടന്നപ്പോൾ എങ്ങനെ സിമ്പിളായിട്ട് കൈ തൊട്ടോ അതുപോലെ തന്നെ യായിറോസിന്റെ കുഞ്ഞിനെയും കരത്തി തൊട്ടിട്ട് എഴുന്നേൽക്കാൻ പറഞ്ഞു. നൈലിലെ വിധവയായ സ്ത്രീയുടെ മകനെ തൊട്ടിട്ട് എഴുന്നേൽക്കാൻ പറഞ്ഞു. അപ്പൊ അവിടെ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവ് എല്ലാ ഇടങ്ങളിലും എല്ലാ അവസ്ഥകളിലും ഒരുപോലെയായിരുന്നു കർത്താവിന്റെ പ്രതികരണം. അതായത് യേശുവിന്റെ സുവിശേഷത്തിന്റെ ശക്തി ഒരു വ്യക്തി തിരിച്ചറിഞ്ഞാൽ അവൻ ജീവിത സാഹചര്യങ്ങളെല്ലാം ഒരുപോലെ കൈകാര്യം ചെയ്തു. കാരണം അവൻ ഉറപ്പാ, മരണത്തെ ജയിച്ചവനാണ് എന്നോട് വാക്ക് പറഞ്ഞത്. മരണത്തിന് പോലും കീഴ്പ്പെടുത്താൻ കഴിയാത്തവൻ എന്നോട് പ്രോമിസ് ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു തിന്മയ്ക്കും ഒരു ദോഷത്തിനും എന്നെ അടച്ചു വെക്കാൻ കഴിയത്തില്ല. നമ്മളത് മനസ്സിനെ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിൽ പിശാച് പലപ്പോഴും സംശയവും ഭയവും ഭാരവും എല്ലാം കൊണ്ടുവന്നിടും. പക്ഷെ നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കണം, ഇല്ല, ഞാൻ നശിച്ചു പോകത്തില്ല. കാരണം പുനരുത്ഥാനത്തിന് ശക്തി എന്നിൽ വസിക്കുക, പുനരുത്ഥാനം ചെയ്തവൻ എൻ്റെ അകത്ത് വസിക്കും. ആ ഉറപ്പാണ് നമ്മൾ വാഴുന്നത്. ആ ചിന്ത വരുമ്പോൾ തന്നെ ഭയം നമ്മുടെ അകത്തുനിന്ന് മാറി. ഈ സുവിശേഷത്തെക്കുറിച്ച് 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന് ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പൊ ഈ സുവിശേഷത്തിന്റെ പ്രകാശനം, സുവിശേഷം, ഗോസ്പൽ, അത് നമ്മുടെ ലൈഫിനെ പ്രകാശിപ്പിക്കുന്നതാണ് സുവിശേഷം. അപ്പൊ അതിനെ വെളിപ്പെടുത്താതെ വണ്ണം ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ പ്രഭു
അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. അപ്പൊ അവിടെ എന്താണ് കുരുടായ അവസ്ഥ? അവിശ്വാസമാണ് കുരുട്. കാണേണ്ടത് എന്താണ്? കർത്താവിന്റെ സുവിശേഷത്തിന്റെ തേജസ്. യെസ്, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അവിടെ പറയുന്നത് 15-ാം വാക്യം, സമാധാനത്തിന്റെ സുവിശേഷത്തിനാണ്. സമാധാന സുവിശേഷത്തിനാണ് ഒരുക്കം. നമ്മള് എപ്പോഴും ജീവിതത്തിന്റെ സകല സാഹചര്യങ്ങളെയും ക്രിസ്തുവിൽ വേണം കാണാൻ, ക്രിസ്തുവിൽ വേണം കൈകാര്യം ചെയ്യാൻ. ആ മനോഭാവത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തി, യെസ്, എല്ലായിടങ്ങളിലും ഒരുപോലെ ആ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യണം. കാരണം ക്രിസ്തുവിന്റെ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം എങ്ങനെ പറയും? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം. പ്രൈസ് ഗാഡ്. എന്റെ പ്രവൃത്തികളെ അധിഷ്ഠിതമാക്കിക്കൊണ്ടുള്ള ജയമല്ല എനിക്കുള്ളത്. എന്റെ ജീവിതത്തിന്റെ സകല ഉയർച്ചയുടെയും അടിസ്ഥാനം എന്നിൽ വെളിപ്പെടുന്ന, എന്നിൽ പ്രകാശിക്കുന്ന, എന്നിൽ മറഞ്ഞിരിക്കുന്ന, എന്നിൽ വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ മഹത്വമാണ് അതിന്റെ സീക്രട്ട്. യെസ്, ഇവിടെ യേശുവിന്റെ സുവിശേഷം. അതാണ് ഈ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞ യേശുവിന്റെ സുവിശേഷത്തിന്റെ മഹത്വം. അത് വെളിപ്പെടാനായിട്ട്, ആ സുവിശേഷം നമ്മളിൽ വെളിപ്പെടുമ്പോൾ നമ്മുടെ അവസ്ഥകൾ മാറും, നമ്മുടെ സ്ഥിതി മാറും. നമ്മളിൽ പ്രവൃത്തി ആരംഭിച്ചവന്റെ പദ്ധതി ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ്. യെസ്. അപ്പം ഏത് സാഹചര്യങ്ങളിലും സുവിശേഷമാണ് എന്നെ നിർത്തുന്നതെന്ന ബോധ്യം, ആ ബോധ്യത്തിൽ നിൽക്കുമ്പോൾ യെസ്, എല്ലായിടങ്ങളിലും ഒരുപോലെ. നമ്മുടെ കർത്താവ് അവൻ തിരമാലകളുടെ മുകളിൽ കൂടെ നടന്നപ്പോൾ നിലത്ത് നടന്ന പോലെ തന്നെ, തറയിൽ നടന്ന പോലെ തന്നെ, എല്ലായിടവും ഒരുപോലെ. ഞാൻ പറഞ്ഞ പോലെ, അതായത് പത്രോസിന്റെ അമ്മായിമ്മയുടെ രോഗം സൗഖ്യമാക്കാൻ തൊട്ട് സൗഖ്യമാക്കി. യായിറോസിനെ മരിച്ചുപോയ കുഞ്ഞിനെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ലാഘവത്തോടെ, സിമ്പിളായിട്ട്, എല്ലാ മേഖലകളിലും ഒരുപോലെ. ഹല്ലേലൂയ. അതായത് വിരിച്ചൊരുക്കിയ വൻമാളിക. പരീശന്റെ വീട്ടിൽ ശിമോൻ എന്ന പരീശന്റെ വീട്ടിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായി ചെന്നപ്പോൾ, സക്കായുടെ വീട്ടില് ഭക്ഷണം കഴിക്കാൻ അവന്റെ കൂടെ ചെന്നപ്പോൾ, അവന്റെ കൂടെ വസിക്കാൻ ചെന്നപ്പോൾ എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെയായിരുന്നു മരുഭൂമിയിൽ ആയിരക്കണക്കിന് ആളുകൾ കൂടിയിരുന്നപ്പോൾ 5 അപ്പവും 2 മീനും കരങ്ങളിലെടുത്ത് കർത്താവ് സിമ്പിളായിട്ട് കാര്യത്തെ കൈകാര്യം ചെയ്തു. കാരണം തന്റെ അകത്തുള്ള തേജസ്. പ്രിയപ്പെട്ടവരെ, അതേ തേജസ്സാണ് നിങ്ങളിലും എന്നിലും വസിക്കുന്നത്. ഈ ബോധ്യം നമ്മുടെ അകത്ത് വരും. അതാണ് സമാധാനം. സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കി എല്ലാ പ്രതലങ്ങളിലും, എല്ലാ സിറ്റുവേഷനിലും ഒരുപോലെ. യെസ്, ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിന്റെ ജയത്തിന്റെ അടിസ്ഥാനമാണ്. മറന്നു പോകരുത്. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും. 16-ാം വാക്യം, എഫേസ്യ ലേഖനം 6-16, എല്ലാറ്റിനും ഇത് ദുഷ്ടന്റെ തീയമ്പുകളൊക്കെ കെടുപ്പാൻ തക്കവണ്ണം അതിന് തക്കതായി വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട്. വിശ്വാസം എന്ന പരിച നമുക്ക് ഇവിടെ പറയുന്നത് പിശാചിന്റെ, ദുഷ്ടനെയ്യുന്ന തീയമ്പുകൾ. പിശാചിന്റെ തീയമ്പ് യേശുക്രിസ്തു തന്റെ സുവിശേഷത്തിന്റെ ആരംഭകാലത്ത് പറഞ്ഞ കാര്യമാണ്. ദൈവരാജ്യത്തിൽ നിങ്ങൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. വിശ്വാസം. ദൈവമായ കർത്താവ് അബ്രഹാമിനോട് വന്നു പറഞ്ഞൊരു കാര്യം ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ 1-ാം വാക്യം, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്, ഞാൻ നിന്റെ പരിചയം. ദൈവമായിരുന്നു അബ്രഹാമിന്റെ പരിചയം. എന്നാൽ അവിടെ അബ്രഹാം ദൈവത്തോട് ചോദ്യം ചെയ്യുക, ഇതൊക്കെ എങ്ങനെ സാധിക്കും, ഇതെങ്ങനെ സാധിക്കും, എനിക്ക് കുഞ്ഞുങ്ങളില്ല. പക്ഷെ അവിടെ 15-ാം അധ്യായം 6-ാം വാക്യം പറഞ്ഞു, ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു, ദൈവം അതിനെ നീതിയായി കണക്കിട്ടു. അപ്പൊ അവിടെ വിശ്വാസം എന്ന പരിച, തന്റെ മനസ്സിൽ വന്ന സംശയങ്ങൾ, ഭയങ്ങൾ, ഭാരങ്ങൾ എല്ലാം കൈകാര്യം ചെയ്യപ്പെട്ടത് വിശ്വാസത്താലാണ്. ബൈ ഫെയ്ത്ത്.
അതായത് ഇവിടെ പറയുന്നത് ദുഷ്ടനെയ്യുന്ന സകല തീയമ്പുകൾ നമുക്കറിയാം. അമ്പ്, അസ്ത്രം, വില്ലാളി, ഇത് 3 പേരും കൂടെ ഒരുമിച്ചാലേ ആ ഒരു അമ്പ് ഒരുവനെ ആക്രമിക്കാൻ സാധിക്കത്തുള്ളൂ. അമ്പ് കൊണ്ട് ഒരു ആക്രമിക്കാൻ സാധിക്കും. ഒരു വില്ലാളി വേണം, വില്ല് വേണം, അമ്പ് വേണം. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മള് ജഡപ്രകാരമാണ് നമ്മൾ പോരാടുന്നതെങ്കിൽ നമ്മൾ അമ്പിനോടാണ് എതിർത്ത് നിൽക്കുന്നത്. പക്ഷേ വിശ്വാസത്താൽ നാം എതിർക്കുന്നത് ആമേൻ വില്ലാളിയോട്, അതിന്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയോട്, തീയമ്പുകളൊക്കെ കെടുക്കാനായിട്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ വല്ലാതെ മനുഷ്യരെ ഭാരപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകൾ, നിരാശയുടെ വാക്കുകൾ, കുറ്റപ്പെടുത്തലിന്റെ വാക്കുകൾ. ഈ വാക്കുകൾ, മനുഷ്യന്റെ വാക്കുകൾ, മനുഷ്യന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ പലരുടെയും ജീവിതത്തിനകത്ത് പ്രയാസത്തെയും ഭാരത്തെയും കൊണ്ടുവരുമ്പോൾ, ആ നിലയിൽ ഭാരമുള്ളവരായിട്ട് മനുഷ്യർ നിൽക്കുമ്പോൾ, ഹൃദയത്തിൽ ഭാരത്തോടെ മാനസിക സംഘർഷം കൊണ്ട് ആളുകൾ നിൽക്കുമ്പോൾ എന്താ? വാക്കുകൾ കൊണ്ട്. വിശ്വാസം ഉത്ഭവിക്കുന്ന എങ്ങനെ? വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. അപ്പൊ ഒരുവന്റെ അകത്ത് വിശ്വാസം വർദ്ധിപ്പിക്കുന്നതും വചനത്താൽ, വിശ്വാസത്തെ കെടുക്കുന്നതും വചനത്താൽ. കേൾക്കുന്ന വചനത്തിന്റെ ആ പ്രത്യേകത അനുസരിച്ച് വിശ്വാസം വളരുന്ന വചനം കേൾക്കുമ്പോൾ വിശ്വാസത്തിൽ വളരും. വിശ്വാസം കെടുക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ വിശ്വാസം കെട്ടും. പക്ഷെ ഇവിടെ പറയുകയാണ്, അത് പരിചയമായിട്ട് എടുത്തു നിൽക്കണം. എന്തിനെയാണ്? വിശ്വാസത്തെ പരിചയമായിട്ട് എടുത്തു നിൽക്കണം. ദുഷ്ടന്റെ തീയമ്പുകളൊക്കെ കെടുക്കുവാൻ ശക്തിയുള്ളതാണ് വിശ്വാസം എന്ന പരിചയം. അപ്പൊ നമുക്ക് ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കണമെങ്കിൽ വേണ്ടത് വിശ്വാസം എന്ന പരിചയം. വിശ്വാസം എന്ന പരിചയം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വചനത്തിന്റെ കേൾവിയാണ്. എങ്ങനെയാണ് വിശ്വാസം വരുന്നത്? വിശ്വാസം വരുന്നത് റോമാലേഖനം 10:17 ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നത്. എന്താണ് ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രത്യേകത? പുനരുത്ഥാനത്തിന്റെ വചനം. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനെ കുറിച്ച് കേൾക്കണം. അതെ, ഉയർപ്പിന്റെ വചനം കേൾക്കണം. ഹല്ലേലൂയ. ആമേൻ. തീർന്നു പോകുന്ന കഥയല്ല കേൾക്കേണ്ടത്. തകർന്നതും തീർന്നതും നശിച്ചതും ഇനി സാധ്യതകളില്ല എന്ന് പറയുന്നതല്ല നമ്മുടെ അകത്ത് വരേണ്ടത്. നമ്മുടെ അകത്ത് വരേണ്ടത് ഹല്ലേലൂയ അതിനപ്പുറമായി, അതിനതീതമായി ജീവിപ്പിക്കുന്ന വചനം, ഉയർപ്പിക്കുന്ന വചനം, ബലപ്പെടുത്തുന്ന വചനം. ആ വചനത്തെ കേൾക്കണം. ആ വചനം നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റും. പുനരുത്ഥാനത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതെ, ക്രിസ്തുവിന്റെ വചനം നിങ്ങളുടെ അകത്ത് വിശ്വാസത്തെ പണിയും. വിശ്വാസത്താൽ ആമേൻ ദുഷ്ടന്റെ സകല തീയമ്പുകളെയും കെടുത്തു മുന്നേറാനായിട്ട് ആ വിളിയാണ് നമ്മുടെ മേൽ കിടക്കുന്നത്. അതുകൊണ്ട് പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും കണ്ടിട്ട് തളരരുത്, പതറരുത്, ആമേൻ, മടുത്തു പോകരുത്. നമ്മുടെ അകത്ത് വിശ്വാസം വീണ്ടും വീണ്ടും ബിൽഡ് ചെയ്യത്തക്കവണ്ണം വീണ്ടും വീണ്ടും ക്രിസ്തുവിന്റെ വചനം കേട്ട്, വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന വചനം കേട്ട്, ആർക്കും വിശ്വാസത്തിന്റെ വചനം കേട്ട് ആമേൻ പണിയപ്പെടുന്ന ഒരു വ്യക്തി ആർക്കും തടയാൻ സാധ്യമല്ല. ആർക്കും ഒന്നിനും തകർക്കാൻ സാധ്യമല്ല. ആമേൻ. അതുകൊണ്ട് കർത്താവ് ശാന്തരോഗിയായ ഒരു മകനുമായിട്ട് ഒരുവൻ യേശുവിന്റെ അടുക്കൽ വന്നു. ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കാൻ സാധിച്ചില്ല. അവൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ, അങ്ങയാൽ വല്ലതും കഴിയുമെങ്കിൽ. യേശു പറഞ്ഞു, അങ്ങയാൽ വല്ലതും കഴിയുമെങ്കിലെന്നോ? ഇല്ല, വിശ്വസിക്കുന്നവനാൽ സകലവും സാധ്യം. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മലയോട് ഇവിടുന്ന് മാറിപ്പോകാൻ പറഞ്ഞാൽ ഇത് സംഭവിക്കും. മരത്തോട് പറഞ്ഞാൽ അത് പിഴുത് സമുദ്രത്തിന് ആഴത്തിൽ നടപ്പെടും. യെസ്, ഇറ്റ് വിൽ ഹാപ്പൻ. ബിക്കോസ് നിങ്ങളുടെ വാക്കിനേക്കാളും പ്രാധാന്യം നിങ്ങളുടെ വിശ്വാസത്തിന്. എന്നാൽ വിശ്വാസം അകത്തിരിക്കുന്നപ്പോഴല്ല, നിങ്ങൾ പറയുമ്പോഴ വിശ്വാസത്തിന്റെ വാക്ക് പ്രഖ്യാപിക്കുമ്പോൾ അത് സൃഷ്ടിക്കപ്പെടും. അതെ, ഇവിടെ വചനം പറയുന്നത് ദുഷ്ടന്റെ തീയമ്പുകളെല്ലാം കെടുക്കുവാൻ ശക്തിയുള്ള ദൈവത്തിന്റെ ഹല്ലേലൂയ ആയുധവർഗമാകുന്ന വിശ്വാസം. അതെ, നമ്മുടെ അകത്ത് വിശ്വാസം നമ്മുടെ അകത്ത് വീണ്ടും 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 വർദ്ധിക്കാനായിട്ട് വചനം കേൾക്കുക,
നിങ്ങൾ ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നെങ്കിലും, നിങ്ങളുടെ ജോലിയിൽ, കുടുംബജീവിതത്തിൽ, തലമുറകളുടെ മേൽ എവിടെയെങ്കിലും നിങ്ങൾ തകർച്ചയുടെയും നിരാശയുടെയും വക്കത്ത് നിൽക്കുകയാണോ? ഒരുപക്ഷെ നിങ്ങൾ നിരാശയിലാണോ? നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളെ വിളിച്ച ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി ഏറ്റവും ശ്രേഷ്ഠമായത് ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ് നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളി. യെസ്, അതുകൊണ്ട് ആ വിളിയെയും തിരിച്ചറിവിനെയും മനസ്സിലാക്കി, ആ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും മനസ്സിലാക്കി, വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് സകല വെല്ലുവിളികളെയും സകല പ്രതികൂലങ്ങളെയും വിശ്വാസം എന്ന പരിചയാൽ അഭിമുഖീകരിക്കുക. ഒന്നിനും നിങ്ങളെ തകർത്ത് ആമേൻ നിങ്ങളെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ആ ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, ആമേൻ, വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പി. 17-ാം വാക്യം, രക്ഷ എന്ന ശിരസ്ത്രവും. രക്ഷ എന്ന ശിരസ്ത്രം. അവിടെ പറയുന്നത് രക്ഷ എന്ന ശിരസ്ത്രം. രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, റോമാലേഖനം അതിന്റെ 10-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങളിൽ പറയുന്നത്, യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യും. വിശ്വസിക്കുക, പറയുക. അപ്പൊ ഒരു വ്യക്തിയുടെ രക്ഷ സാധ്യമാകുന്നത് അവൻ വിശ്വസിക്കുകയും വിശ്വസിക്കുന്നതിനെ ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ അവനിൽ രക്ഷ സാധ്യമാകും. സാൽവേഷൻ, സേവ്ഡ് എന്ന് പറയാം. ആരാണ് യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്ന വ്യക്തി? അപ്പോഴവിടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഉയർച്ചയും സമൃദ്ധിയും ഇരിക്കുന്നത് അവന്റെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല, അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. ഭൗതികമായ ആളുകളെ നോക്കിയാൽ അവരുടെ അനുഗ്രഹവും നന്മയെല്ലാം അവരുടെ പ്രവൃത്തിയുടെ ബേസിൽ. അവര് നല്ലപോലെ കൊടുക്കുന്ന ആളുകളാണ്, അവര് നല്ലപോലെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണ്, അവര് ഭയങ്കര ഐക്യമുള്ളവർ. ഇതൊക്കെ നമ്മൾ പുറമെ പല കാര്യങ്ങളാണ്. ചിലരെ കുറിച്ച് പറയാം അവർ ഭയങ്കര ബുദ്ധിയുള്ളവർ. പക്ഷേ ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന പ്രവർത്തികളെ ബേസ് ചെയ്തല്ല. അവന്റെ ജീവിതത്തിൽ എത്രത്തോളം കർത്താവ് അവനോട് പറഞ്ഞ വാഗ്ദത്തത്തെ വാക്കിനെ വിശ്വസിക്കുന്നു, അത്രത്തോളം അവന്റെ ജീവിത സാഹചര്യങ്ങൾ പണിയപ്പെടും, അഭിവൃദ്ധി പ്രാപിക്കും, ജയം പ്രാപിക്കും. ആമേൻ. ഇവിടെ രക്ഷിക്കപ്പെടുക, സേവ്ഡ്. എങ്ങനെയാ? യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യും. രക്ഷയെക്കുറിച്ച് പറയുന്നത് ശിരസ്ത്രം, തലയെ കവർ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, തല എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് തലച്ചോർ. തലച്ചോറിന് പുറപ്പെടുന്ന സന്ദേശങ്ങളെ അനുസരിച്ചാണ് ശരീരം മുഴുവൻ വർക്ക് ചെയ്യുന്നത്. ആ ശരീരത്തിന് മുഴുവൻ പ്രവൃത്തിയെ നിയന്ത്രിക്കുന്ന തലച്ചോർ. ആ തലച്ചോറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശിരസ്ത്രം. അവിടെ പറയുന്നത് രക്ഷ എന്ന ശിരസ്ത്രം. ഇവിടെ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം ഇതാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് അവൻ ജയിക്കുന്നതും തോൽക്കുന്നതും അവന്റെ പ്രവൃത്തിയുടെയോ അവന്റെ സമ്പത്തിന്റെയോ അവന്റെ വിദ്യാഭ്യാസത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല. ഏറ്റവും പ്രധാനമായ കാര്യം അവന്റെ ചിന്തയാണ്. അപ്പൊ അവന്റെ ചിന്തകളെ പണിതു കഴിഞ്ഞാൽ, ചിന്തയിൽ ഒരുവൻ തോൽക്കാൻ അനുവദിക്കാതിരിക്കുന്നിടത്തോളം ആർക്കും അവനെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ചിന്തകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ പറയുന്നത് രക്ഷ എന്ന ശിരസ്ത്രം, അതായത് അവന്റെ ചിന്തകളെ രക്ഷയുടെ ബോധ്യം കൊണ്ട് നിറയ്ക്കണം. ഐ ആം സേവ്ഡ്. ശാരീരികമായിട്ട് ചില വെല്ലുവിളികൾ, രോഗം, സാമ്പത്തികമായ ചില വെല്ലുവിളികൾ, പല പ്രയാസങ്ങളിൽ കൂടെ പോകുന്നവരായിരിക്കാം. പക്ഷേ ഐ ആം സേവ്ഡ്. വാട്ട് ഹാപ്പൻ ഇൻ മൈ ലൈഫ് നൗ?
I know that these all things are defeated over the cross by my Savior Jesus Christ. യേശു ക്രിസ്തുവിലൂടെ ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്ന, ഞാനിപ്പോൾ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളും യേശു ക്രൂശിൽ ഇവയെ പരാജയപ്പെടുത്തിയതാണ് എന്ന ആഴമേറിയ ബോധ്യം. ആ ബോധ്യമാണ് ഒരുവന്റെ ജീവിതത്തില് അവനെ നിയന്ത്രിക്കേണ്ട ഘടകം. അപ്പോ നമ്മുടെ തലയെ, നമ്മുടെ ചിന്തകളെ രക്ഷയുടെ ഉറപ്പ് കൊണ്ട്, രക്ഷയുടെ ബോധ്യം കൊണ്ട് നമ്മൾ നിറയ്ക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് വേണം. അടുത്ത് പറയുന്ന ഒരു കാര്യം, ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളി. ദൈവവചനമെന്ന ആത്മാവിന്റെ വാൾ. അപ്പൊ ഇവിടെ സോഡ്, വാള് എന്തിനെ കുറിച്ചാ? വേർഡ്. അപ്പൊ ദൈവവചനം നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പൊ സകലത്തിനെയും സൃഷ്ടിയുടെ കാരണം വചനമാണ്. എന്നാൽ അതേ എബ്രായ ലേഖനത്തില് 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞ് സകലത്തെയും തന്റെ ശക്തിയുള്ള വചനം കൊണ്ട് വഹിക്കുന്നു. എബ്രായ ലേഖനം 11:3 പറയുന്നത് സകലത്തെയും സൃഷ്ടിച്ചത് വചനത്താൽ. അപ്പൊ സകലതും സൃഷ്ടിച്ചത് വചനത്താലാണ്. സകലത്തെയും വഹിക്കുന്നത്, നിലനിർത്തുന്നത് വചനത്താൽ. അപ്പോൾ ഒരു വ്യക്തി എത്രത്തോളം ദൈവവചനത്തെ മനസ്സിലാക്കുന്നു, അത്രത്തോളം ഹല്ലേലൂയ അവന്റെ ജീവിതത്തിനകത്ത് അവൻ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ പ്രാപ്തനായിട്ട് മാറും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവവചനം എന്ന ആത്മാവിന്റെ. അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു സോഡ് ഓഫ് സ്പിരിറ്റ്, ആത്മാവിന്റെ വാൾ. അപ്പൊ ഇത് മെറ്റീരിയൽ തലത്തിൽ കാണപ്പെടുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നതല്ല. ഇത് കാണപ്പെടാത്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആത്മാവിന്റെ ആയുധമാണിത്. അതുകൊണ്ട് ദൈവവചനത്തെ നിങ്ങൾ പറയുമ്പോൾ കാണപ്പെടുന്ന മേഖലകളിൽ എന്തൊക്കെയോ ചിലത് സംഭവിക്കുകയല്ല. നിങ്ങൾ കാണാത്ത മേഖലകളിൽ ചില ദൈവപ്രവൃത്തികൾ സംഭവിക്കുകയാണ്. നിങ്ങൾ ദൈവവചനത്തെ വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിങ്ങൾക്ക് കാണത്തക്കവണ്ണമായ പല വിഷയങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ കണ്ടേക്കാം. ആ വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിന് എല്ലാ പ്രശ്നത്തിനും കാരണം. നിങ്ങളുടെ മനസ്സിൽ തോന്നിയേക്കാം. ആ വ്യക്തിയാണ് എൻ്റെ അനുഗ്രഹത്തിന് കാരണം. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇന്ന് അനുഗ്രഹമായി നിൽക്കുന്ന വ്യക്തിയല്ല, ആ വ്യക്തിയെ ഉപയോഗിക്കുന്ന ദൈവം. നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ ആ വ്യക്തിയല്ല കാണേണ്ടത്, ആ വ്യക്തിയെ ഉപയോഗിക്കുന്ന ഡിമോണിക് സ്പിരിറ്റ്. ഇവിടെ ഒരു വ്യക്തി ദൈവവചനത്തിനകത്തായിരിക്കുമ്പോൾ വ്യക്തികളിലേക്കായിരിക്കത്തില്ല നോട്ടം, കർത്താവിലേക്കായിരിക്കും. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഈ ആയുധവർഗം എന്ന് പറയുമ്പോൾ വളരെ വളരെ നമ്മളിപ്പോ 2 എപ്പിസോഡായിട്ട് ഇതിനെക്കുറിച്ച് 2-3 എപ്പിസോഡുകളായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ചിന്തിച്ചു നോക്കുക, ഇവിടെ രക്ഷ, നീതി, സുവിശേഷം, സത്യം, ദൈവവചനം, ഇക്കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ചിന്തിച്ചു നോക്കിക്കേ, ഇതെല്ലാം വ്യത്യാസമായിട്ട് പറയേണ്ട കാര്യങ്ങളാണോ? വേറിട്ട് പറയേണ്ട കാര്യങ്ങളാണോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതായത് നിങ്ങളുടെ മക്കൾക്ക് സാമ്പത്തികമായ ആവശ്യം വരുന്നിരിക്കട്ടെ, നിങ്ങൾ അപ്പോൾ സാമ്പത്തികമായി അവരെ സഹായിക്കുന്നു. നിങ്ങൾ അപ്പോൾ അവരുടെ പ്രൊവൈഡറാണ്. അവരെ ഒരാൾ ഉപദ്രവിക്കാനായിട്ട് പോകുന്നു, നിങ്ങൾ ഓടിച്ചെന്ന് അയാളെ രക്ഷപ്പെടുത്തുന്നു, നിങ്ങളുടെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങൾ രക്ഷകനാണ്. ആ കുഞ്ഞ് കരയുന്നു, അപ്പോൾ ആ കുഞ്ഞിനെ കണ്ണുനീർ തുടച്ച് നിങ്ങൾ ആശ്ലേഷിക്കുന്ന ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ കുഞ്ഞ് ഒരുപക്ഷെ തെറ്റ് ചെയ്തു, അപ്പോൾ നിങ്ങൾ ഡിസിപ്ലിൻ ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾ ഡിസിപ്ലിൻ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് വിവിധങ്ങളായ പദവികൾ, വിവിധങ്ങളായ ഇമോഷൻസ് നിങ്ങൾ ഇന്ന് വെളിപ്പെടുമ്പോഴും നിങ്ങൾ ഇതെല്ലാം ചെയ്യാൻ കാരണം നിങ്ങൾ പിതാവ് എന്ന സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നിങ്ങൾ വേറെ ആയിട്ട് എടുത്ത് പഠിച്ച് ഒരു 150 മണിക്കൂർ നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കി നിങ്ങൾ ഇതിന്റെ ആഴവും
ഇതിന്റെ ഗ്രീക്കും ഹീബ്രുവും അതിന്റെ അടിസ്ഥാന പദവും ഒക്കെ നിങ്ങൾ അന്വേഷിച്ച് പോയി പഠിച്ചു വന്ന് മനസ്സിലാക്കി എത്രത്തോളം നിങ്ങൾ തിരിച്ചറിഞ്ഞാലും ഇതെല്ലാം ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കാത്തടത്തോളം ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ അറിവായിട്ട് മാത്രം നിൽക്കും. നീതി എന്റെ ദൈവമാണ് നീതി, രക്ഷ എന്റെ ദൈവമാണ് എന്റെ രക്ഷ, വചനം ദൈവമാണ് വചനം, വിശ്വാസം ദൈവമാണ് എന്റെ വിശ്വാസം, സത്യം ദൈവമാണ് എന്റെ സത്യം. അതായത് പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്ന സിമ്പിൾ ആയിട്ട് ഇത്ര കാര്യമുള്ളൂ. ശിരസ്ത്രം രക്ഷ, സുവിശേഷത്തിന് ഒരുക്കം പാദരക്ഷ. ഒറ്റ കാര്യമുള്ളൂ അവിടെ പറയുന്നത്. തല മുതൽ കാല് വരെ ദൈവത്താൽ പൊതിയപ്പെടുക, ദൈവത്താൽ നിറയപ്പെടുക. ആമേൻ. അതാണ് ഈ ആയുധവർഗം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിനെ വിവിധമായ പല പല കാര്യങ്ങളെ എടുത്ത് 1, 2, 3, 4 ABCD എന്ന് പല കാര്യങ്ങൾ പഠിച്ച് ഇതിൽ കുറെ അറിവ് നേടാനായിട്ടല്ല, നിങ്ങളകത്തൊരു ബോധ്യം ഉണ്ടാകണം. ഇത് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്. കാരണം ഇത് ദൈവത്തിന്റെ ആയുധമാണ്. ഇത് ദൈവമാണ് എന്റെ സകലവും, ദൈവമാണ് എന്റെ വിശ്വാസം, കർത്താവാണ് എന്റെ രക്ഷ, കർത്താവാണ് എന്റെ പ്രത്യാശ, കർത്താവാണ് എന്റെ വചനം. ഹി ഈസ് മൈ എവറിത്തിങ്. അത് മനസ്സിലാക്കിയാൽ മതി. ഈ ആയുധവർഗങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ച് നിങ്ങൾ അതിന് സമയം കളയേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവനാണ് നമ്മിൽ എല്ലാമായിരിക്കുന്നത്. യെസ്, ക്രൈസ്റ്റ് ഈസ് യുവർ ഫെയ്ത്ത്. ക്രിസ്തുവാണ് നിങ്ങളുടെ വിശ്വാസം, ക്രിസ്തുവാണ് നിങ്ങളുടെ രക്ഷ, ക്രിസ്തുവാണ് നിങ്ങളുടെ സുവിശേഷം, ക്രിസ്തുവാണ് നിങ്ങളുടെ നീതി, ക്രിസ്തുവാണ് നിങ്ങളുടെ സത്യം, ക്രിസ്തുവാണ് നിങ്ങളുടെ വചനം. ക്രിസ്തുവിനെ കാണാമോ എല്ലായിടത്തും? അതെ, ഒരപ്പൻ മക്കളുടെ വിവിധ ആവശ്യങ്ങളിൽ വിവിധമായ നിലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അപ്പൻ, ഹല്ലേലൂയ, ഒറ്റ ആള് തന്നെയാണ് അപ്പൻ. അവന് വിവിധ ഭാവം വെളിപ്പെടുന്നുള്ളൂ. ഇതെല്ലാം കർത്താവിൽ നിന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാൻ, ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ നിങ്ങൾ കഴിയേണ്ടതിന് നമുക്ക് വേണ്ട ഒറ്റ കാര്യം ഇതേ ഉള്ളൂ. ക്രൈസ്റ്റ് ഈസ് മൈ എവറിത്തിങ്. ക്രൈസ്റ്റ് ഈസ് ദെയർ ഫോർ മീ. കർത്താവ് എനിക്ക് വേണ്ടി അവിടെ നിൽപ്പുണ്ട്. ഞാൻ പരാജയപ്പെടുകയില്ല എന്ന ആഴമേറിയ ബോധ്യം, അത് മാത്രം മതി. പ്രൈസ് ഗാഡ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ കണ്ടുപിടിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സർവായുധവർഗത്തെ കുറിച്ചുള്ള തിരിച്ചറിവില്, അതെ, ക്രിസ്തുവാണ് ആമേൻ എന്റെ സർവവും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അതെ, എല്ലായിടത്തും മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഹല്ലേലൂയ. അവരുടെ രോഗത്തിൽ സൗഖ്യമായി അവിടുന്ന് വെളിപ്പെടുന്നതിനായിട്ട് നന്ദി. അവരുടെ സാമ്പത്തിക വിഷയങ്ങളിൽ അവിടുന്ന് ഉറവിടമായി വെളിപ്പെടുന്നതിനായി സ്തോത്രം. അവരുടെ ഭയത്തിൽ അവരുടെ ധൈര്യമായി നിൽക്കുന്നതിനായി സ്തോത്രം. അവരുടെ ഒറ്റപ്പെടലിൽ അവരുടെ കൂട്ടുകാരനായി നിൽക്കുന്നതിനായി സ്തോത്രം. അവരുടെ നിരാശകളിൽ അവരുടെ പ്രത്യാശയായി നിൽക്കുന്നതിനായി സ്തോത്രം. അവരുടെ ഭാരങ്ങളിൽ ആശ്വാസദായകനായി കൂടെ നിൽക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവരുടെ തല ഉയർത്തി, അവർ നിരാശപ്പെട്ട അതേ സ്ഥലത്ത്, തോറ്റുപോയ അതേ സ്ഥലത്ത് അവരെ തലയെ ഉയർത്തി മാനിക്കാൻ പോകുന്നതിനായിട്ട് നന്ദി കർത്താവ്. അവരുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. അസാധാരണമായ ദൈവപ്രവൃത്തിയോട് നിറയ്ക്കണം. എല്ലാം മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടുകൾ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വചനം ഇങ്ങനെ പഠിച്ചപ്പോ ഈ സർവായുധ വർഗത്തെ കുറിച്ച് ഒത്തിരി ഇങ്ങനെ ചിന്തിച്ചു. പക്ഷെ കർത്താവ് സിമ്പിൾ ആയിട്ട് പറഞ്ഞൊരു കാര്യം, ഇത് നമ്മൾ പല കാര്യങ്ങൾ വേർതിരിച്ച് പഠിക്കേണ്ട കാര്യം. ഇത് കർത്താവിൽ നിന്ന് പുറപ്പെടുന്നതാണ്. സർവായുധവർഗം കർത്താവിന്റെ ആയുധവർഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബോധ്യത്തോടെ മുന്നോട്ട് പോവുക. ക്രൈസ്റ്റ് ഈസ് മൈ എവറിത്തിങ്. ക്രിസ്തുവാണ് എന്റെ സകലവും. ശിരസ് മുതൽ പാദം വരെ അവനാൽ നിറയുക, ക്രിസ്തുവിനാൽ നിറയുക. ആ ബോധ്യത്തിൽ വാഴുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you. Amen.